ഹലോ അസ്സാം വലൈക്കും. എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു സർപ്രൈസ് വ്ളോഗാണ്. ഇക്കാകെ ചെറിയൊരു സർപ്രൈസ് ഡിന്നർ പാർട്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും അതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ. അപ്പം ഞാൻ റെഡിയാക്കുന്നത് കൊറിയൻ ഫ്രൈഡ് ചിക്കനും പിന്നെ ലാഡഡ് ഫ്രൈസും പിന്നെ ചെറിയൊരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തോ എൻ്റെ കയ്യിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് ആകെ ഫ്ലോപ്പായി. പിന്നെ എനിക്ക് ആരെങ്കിലും സഹായം തേണ്ടേ. അപ്പോൾ ഇക്കാണ്ട് പറഞ്ഞത് എന്തെങ്കിലും സെറ്റാക്കി തരി പറഞ്ഞപ്പോൾ അത് അറിഞ്ഞ്. അപ്പോൾ കേക്കിൻ്റെ സംഭവം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഡിന്നർ പാർട്ടി സെറ്റ് ചെയ്യണതും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള മസാലയൊക്കെ തേച്ച് വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സെറ്റാക്കി വെച്ച കേക്ക്. ആദ്യം ക്രം കോട്ടൊക്കെ ചെയ്ത് കണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഞാൻ എടുത്ത് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ കൊറിയൻ ഫ്രൈഡ് ചിക്കനും പിന്നെ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നിന്ന് എടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കണത്. അപ്പോൾ ചിക്കൻ അവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണൂ കേട്ടോ. ഈ സമയം ഇവിടെ എല്ലാം പുറത്ത് പോയിക്കാണ്. കുറച്ച് ടൈം പിടിക്കും വരാൻ. അപ്പോൾ കേക്കൊക്കെ സെറ്റാക്കി തന്നിട്ട് പുറത്ത് പോയേക്കാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കാം. ഇത് ഞാനൊരു മഗ്‌രിബിന് ശേഷം നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തയ്യാറാക്കാൻ തുടങ്ങിയത്. അപ്പോൾ പോയതിന് ശേഷം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വിളിച്ചു നോക്കി എപ്പോഴാണ് വരിക എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ വരാൻ ഒരു 12 മണിയൊക്കെ ആവും പറഞ്ഞപ്പോൾ ഞാൻ കരുതുന്ന ഇന്ന് തന്നെ ആ ഡിന്നർ പാർട്ടി സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പീസൊന്നും പറയണില്ല. ലോഡഡ് ഫ്രൈസിൻ്റെ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലോഡഡ് ഫ്രൈസൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇടയിലിട്ട് വന്നാൽ കാണുമല്ലോ എന്ന് കരുതിയിട്ട് കാണാത്ത സ്ഥലത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ജ്യൂസ് റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ റൂഹബ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റൂഹബ്സ് വെച്ചിട്ട് ഒരു ജ്യൂസ് റെഡിയാക്കുക, പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ജ്യൂസ് അവിടെ ഫ്രിഡ്ജിക്ക് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കൊറിയൻ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതാ ഒരു പാൻക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ആ ഓയിൽക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി വാട്ടാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കും. ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം, ഡീറ്റെയിലൊന്നും കാണിക്കണില്ല. അത് പെട്ടെന്ന് നിൽക്കുക വരുമ്പോഴത്തേനൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അത് അധികം ഹണിയാണ്, തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാവർക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവില്ല, മുളകും മധുരമൊന്നും എല്ലാം പാടെ ഇഷ്ടമാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ തേനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ ഇട്ട് കൊടുക്കുക. പേര് കുറച്ച് വലുതാണെങ്കിലും ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇനി ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നെയ്ച്ചോറും വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഒക്കെ സെറ്റാക്കി വെക്കാനുള്ള ടേബിളൊന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ അധിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ടേബിളുള്ളൂ, ചെറിയൊരു ഡീപ്പോയേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് ഞാൻ ഇതിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതി. അതൊക്കെ വിരിച്ചിട്ട് ഞാനും പോയി ഒന്ന് ഫ്രഷായി. കുറേ നേരമായി ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നന്നായി വിയർത്ത് ടയേർഡായിരുന്നു. അപ്പം ഞാനും പോയി ഒന്ന് ഫ്രഷായി, മോനെ ഒന്ന് ഫ്രഷാക്കി കൊടുത്തു. അപ്പം ഞാൻ ഒക്കെ ഒന്ന് എടുത്ത് വെക്കാണ്. അപ്പം നമ്മുടെ കൊറിയൻ ചിക്കൻ ഫ്രൈൻ്റെ ഒരു ബൗളൊക്കെ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ഡെക്കറേഷൻസിന് വേണ്ടി കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കാക്ക വിളിച്ചു നോക്കി. അപ്പോൾ വരാനായിട്ടുണ്ട്, വന്നിട്ട് പിന്നെയും പോകുമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടല്ലേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഫുഡ് കഴിക്കാനും നിൽക്കൂല, പോയി വന്നിട്ട് ഫുഡ് കഴിക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ എടുത്ത് വെക്കേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നോക്കിയെന്നൊക്കെ പറയണം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നിക്കും. പക്ഷെ ഇങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ നെയ്ച്ചോറൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കണ്ട് വെക്കുകയാണ്.
അപ്പോൾ ജൂലൈ 13 നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടി കൂടി ആയിട്ട് ഇത് കണക്കാക്കാമെന്ന് കരുതി. പിന്നെ അതുമല്ല നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ടുണ്ട്. അപ്പോൾ പോണതിന് മുമ്പ് ചെറിയൊരു പാർട്ടി കൂടി, സർപ്രൈസ് പാർട്ടി കൂടി അറേഞ്ച് ചെയ്യണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിരിച്ച് വെച്ച ടേബിൾമേ ഇതെല്ലാം പാടെ കൊള്ളണില്ല. ഞാൻ കുറച്ച് ഫ്ലവറും പിന്നെ കുറച്ച് ലൈറ്റൊക്കെ വെച്ചിരുന്നു. അപ്പോൾ എല്ലാം കൊള്ളണില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നേരത്ത് താഴെ വിരിച്ചിട്ട് അവിടെ ഇരിക്കാമെന്ന് കരുതി അടിയിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതാ ഓരോന്നായി കൊടുന്നു വെക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ കലാവിരുദ്ധം തെളിയിച്ച ആ പ്രശസ്ത കേക്ക്. കാണാൻ ലുക്കില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതാ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് ഡെക്കറേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരുന്നു. പിന്നെ പോണതിൻ്റെ മുമ്പ് ഇതൊക്കെ ഒന്ന് തീർത്തും പോവണം. പിന്നെ ഇവരിതൊന്നും ഉണ്ടാക്കൂലല്ലോ. അപ്പോൾ ഞാൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനക്ക് എല്ലാം പാടെ കൊടുന്ന് വെച്ചപ്പോൾ ഓൻ്റെ കേക്ക് കട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ് ഇപ്പച്ചി വന്നിട്ട് മുറിക്കാനിട്ട് അവനെ പിടിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ വേഗം ലൈറ്റൊക്കെ ഓഫാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക വന്നപ്പോൾ എന്നെ പതുങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് മൂപ്പർക്ക് അറിയാം. അപ്പോൾ വന്ന് ആദ്യം ഇങ്ങനെ പാളി നോക്കിയിട്ട് അപ്പോൾ അതിലൊക്കെ കുറച്ച് തുറന്നു നോക്കിയിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട്? അങ്ങനെ ഇക്ക വന്നിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാതിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 3 പേരും കൂടി ആ കേക്ക് കണ്ട് കട്ട് ചെയ്തിട്ടോ. മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്യണത്. കഴിക്കും ചെയ്യും. പക്ഷേ കുറേ കേക്കൊന്നും നമുക്ക് കുറേ കഴിക്കാൻ കഴിയൂലല്ലോ. കട്ട് ചെയ്യണത് ഭയങ്കര ഇഷ്ടം കേട്ടോ. എല്ലാ മക്കൾക്കും അങ്ങനെ ആയിരിക്കില്ലേ. കഴിക്കാൻ അവർക്ക് വല്ലാതെ വേണ്ടിയല്ലോ. പക്ഷെ ആ കേക്ക് കട്ട് ചെയ്യാനിട്ട് അവർക്ക് ഭയങ്കര ബേജാറായിക്കാരം. അങ്ങനെ തന്നെ ആയിരുന്നു ഇവിടെയും. എനിക്കിങ്ങനെയാണ് സർപ്രൈസ് കൊടുക്കണതും ഇഷ്ടമാണ്, സർപ്രൈസ് ഇങ്ങോട്ട് കിട്ടണതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പിന്നെ ഹസ്ബൻഡ് ആണെന്നില്ല, മക്കളാണെന്നില്ല, ബാക്കി ആർക്കായാലും നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അവരിങ്ങോട്ട് തന്നെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഗിഫ്റ്റ് ആണെന്നൊന്നുമില്ല, ചെറിയൊരു ചോക്ലേറ്റ് ആയാലും അത് ഭയങ്കര ഒരു ഫീലിംഗ് തരുന്ന ഒരു സംഭവമാണല്ലേ. അപ്പം ഞാൻ ഇക്കാട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചോ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ ഇടയിലൊന്ന് വിളിച്ചിരുന്നല്ലോ. അപ്പോൾ കേക്കൊക്കെ സെറ്റാക്കി ഇരിക്കുന്നുണ്ടാന്ന് കരുതിയിരുന്നു. പക്ഷെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പോയതിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കിയതും ലോഡർ ഫ്രൈസ് ഉണ്ടാക്കിയതും ഒക്കെ ഇവിടെയുള്ള റൂമിൽ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കിയതാണ്. ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.